നമസ്കാരം. വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ചു. ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിൽ പ്രസവിക്കുന്നത് കേരളത്തിൽ. അങ്ങനെ വീട്ടിൽ പ്രസവിക്കണമെന്ന് പറഞ്ഞൊരു ബോധപൂർവമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വീട്ടിൽ ഇതുവരെ പ്രസവിച്ച അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ച 18 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. 2 അമ്മമാരടക്കം 18 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം വീട്ടിൽ പ്രസവിച്ചവരിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വീട്ടിൽ പ്രസവിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് പകുതിയിലേറെ ആളുകൾ പ്രസവിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതായത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രത്യേകം ഇത്തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്, പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആരാണ് ഈ പ്രചരണങ്ങൾ നടത്തുന്നത്? അക്യുപഞ്ചർ ചികിത്സാ വിഭാഗമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മരിച്ച യുവതിയുടെ ഭർത്താവ് അക്യുപഞ്ചർ ചികിത്സകനായിരുന്നുവെന്നും അയാളാണ് ഈ പറയുന്ന അയാളുടെ ഭാര്യയെ കൊണ്ട് വീട്ടിൽ പ്രസവിക്കാനായിട്ടുള്ള ഒരു നിർബന്ധം നൽകിയത് എന്നുമൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്ത. എന്നാൽ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ അക്യുപഞ്ചർ പഠിച്ച ചില ആളുകൾ വന്ന് ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പ്രസവവുമായി ഈ അക്യുപഞ്ചറിന് യാതൊരു ബന്ധവുമില്ല, ആശുപത്രിയിൽ പോകരുത് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഇത് മറ്റെന്തോ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നടത്തുന്നതാണ് എന്നവർ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ കേരളത്തെ, സാംസ്കാരിക കേരളത്തെ നശിപ്പിക്കാനായി ബോധപൂർവം ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത്? പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഏത് ഹോസ്പിറ്റലാണ് പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ വിളിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4, നായ 3 മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല, രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറുലിയർ പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിട്. ഈ വിഷയമൊക്കെ പുറത്തു പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. ആന കാട്ടിലാണ് പ്രസവിക്കാറുള്ളത്, നാട്ടിലല്ല. ആശുപത്രിയിലും പോകാറില്ല. പൂച്ച പ്രസവിക്കുന്നു, ആശുപത്രിയിലല്ല. പട്ടി പ്രസവിക്കുന്നു, ആശുപത്രിയിലല്ല. നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പ്രസവിച്ചു, 9 എണ്ണം പ്രസവിച്ചു. ഇയാൾക്ക് ഈ പറയുന്ന വൈകുന്നേരങ്ങളിൽ 1-2 മണിക്കൂർ മൈക്ക് കെട്ടിവെച്ച് വിളിക്കുന്നതിനപ്പുറം വേറെ പണിയൊന്നുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ 9 എണ്ണം പ്രസവിച്ചു. 9 എണ്ണത്തിനെയും പ്രസവിച്ചത് വീട്ടിൽ തന്നെയാണ്. അയാളുടെ ഭാര്യ പ്രസവിച്ചു വീട്ടിൽ തന്നെ, ആശുപത്രി കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാരും ആശുപത്രിയിലേക്ക് പോകരുത്. ഗർഭം എന്ന് പറഞ്ഞാൽ ഒരു രോഗമല്ല, ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ മൈക്ക് കെട്ടിവെച്ച് വിളിക്കുകയാണ്. ഇതുപോലെ ധാരാളം എണ്ണത്തിന് കേരളത്തിലേക്ക് ഇങ്ങനെ പരിശീലനം കൊടുത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ മുക്കിന് മൈക്ക് കെട്ടിവെച്ച് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PC ജോർജ് നാവനക്കിയാൽ കേസെടുക്കുന്ന കേരളത്തിലെ പോലീസിന് ഇങ്ങനെ സാമൂഹികമായി അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന സാമൂഹിക ദ്രോഹികളെ യാതൊരു നിയമ നടപടിക്കും ഇരയാക്കാൻ അല്ലെങ്കിൽ നിയമ നടപടി എടുക്കാൻ കേരള പോലീസിന് അധികാരമില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അക്യുപഞ്ചറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെയോ ഒന്നും സംശയിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറേ എണ്ണം കേരളത്തിലുണ്ട്. ഇവരാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്. കുംഭമേളയിൽ പോയി കുളിച്ചവർക്കെതിരെ പരിഹാസം ചൊരിയുന്ന സാക്ഷര കേരളമാണിത്. കുംഭമേളയിൽ പോയി കുളിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് യാതൊരു ദോഷവും വരാനില്ല. പക്ഷേ ഇത്തരത്തിൽ വിഷം തുപ്പുന്നവരെ ഇങ്ങനെ അഴിച്ചുവിടുകയും അവരെ സാമൂഹിക പ്രവർത്തകരെന്നും നവോത്ഥാന നായകരുമെന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്ത് കേരളത്തിൽ തീറ്റിപ്പോറ്റി വളർത്തുന്നവർ തീർച്ചയായും ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം,
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.